മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്ക് വിരാമം. വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ 8 മത്സ്യത്തൊഴിലാളികളിൽ 4 പേരെ കൂടി കണ്ടെത്തി. ഇതോടെ കാണാതായവരിൽ ഇനി ഒരാൾ മാത്രമാണ് എത്താനുള്ളത്. ഇന്നലെ മറ്റൊരു അപകടത്തിൽപ്പെട്ട ബോട്ടിൽ നിന്ന് കാണാതായ സ്റ്റെല്ലസ് എന്നയാൾക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അനൗൺസ്മെന്റ് ചെയ്തിട്ടും പോയിരുന്നത് അവരെ മക്കളുടെയും ഭാര്യയുടെയും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഈ കടലും കാറ്റും നോക്കാതെ അവർ പോകുന്നത്. അങ്ങനെ പോയി അവർ 6 മണിക്കാണ് ഇവിടെ നിന്ന് 2 മണിക്ക് പോയി ഉൾക്കടലിലെത്തിയപ്പോൾ 6 മണിയായി. ആ 6 മണിക്കാണ് ഈ കടൽക്ഷോഭം ഉണ്ടായത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ കേരള അതിർത്തിയിലാണ് പണിക്ക് പോയത്. തമിഴ്നാട് അതിർത്തിയിലാണ് ഇപ്പോൾ ഇവർ കാറ്റിൻ്റെ ദിശ അനുസരിച്ചാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ വള്ളം മറിഞ്ഞ് 2 ദിവസം മൊത്തത്തിൽ വള്ളം മറിഞ്ഞ് അതിൻ്റെ പുറത്താണ് അവർ കിടക്കുകയുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ അവർ രക്ഷപ്പെടുമെന്ന് അവർക്ക് പോലും മനസ്സിൽ ഒരു ഇതില്ല. വ്യാഴാഴ്ച ഉച്ചയോടെ മത്സ്യബന്ധനത്തിന് വിഴിഞ്ഞത്തു നിന്ന് പോയ 2 ബോട്ടുകളിലെ 8 പേരെ കുറിച്ചാണ് കഴിഞ്ഞ 2 ദിവസമായി വിവരം ലഭിക്കാതിരുന്നത്. തുടർന്ന് ഇന്ന് കോസ്റ്റ് ഗാർഡിന്റെയും മത്സ്യത്തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിൽ റോബിൻസണിന്റെ ഉടമസ്ഥതയിലുള്ള ബോട്ട് കന്യാകുമാരി തീരത്തു നിന്ന് കണ്ടെത്തി. യന്ത്ര തകരാറ് മൂലം നിർത്തിയിട്ടിരുന്ന ബോട്ടിലേക്ക് ഇന്ധനവും ആഹാരവും എത്തിച്ച ശേഷമാണ് കോസ്റ്റ് ഗാർഡ് മത്സ്യത്തൊഴിലാളികളെ തീരത്തേക്ക് എത്തിച്ചത്. 2 ദിവസം കടലകപ്പെട്ട് ക്ഷീണിതരായ ഇവരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഉച്ചയ്ക്ക് ശേഷമാണ് ലാസറിന്റെ ഉടമസ്ഥതയിലുള്ള ബോട്ട് തിരയിൽപ്പെട്ട് മറിഞ്ഞതായും തൊഴിലാളികൾ സുരക്ഷിതരാണെന്നുമുള്ള വിവരം കരയിലേക്ക് എത്തിയത്. തമിഴ്നാട് കുളച്ചൽ ഭാഗത്തകപ്പെട്ട ഇവരെ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി കോസ്റ്റൽ ഗാർഡിനെ ഏൽപ്പിച്ചു. ഇവർ കുളച്ചൽ തീരത്തെത്തി രാത്രിയോടോ പുലർച്ചെയോടോ വിഴിഞ്ഞത്തെത്തും. ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരനെയും മാത്രമല്ല കൂടെയുള്ള 3 സഹോദരങ്ങൾ, അടുത്തുള്ള വഞ്ചിയിലെ 4 സഹോദരങ്ങൾ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തോടൊപ്പം രക്ഷകനായ യേശു ക്രിസ്തു ആ പുതുജീവൻ തിരിച്ചു നൽകിയ നല്ല ദൈവത്തിന് 1000 നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. 8 പേരും സുരക്ഷിതരാണെന്ന വാർത്ത കുടുംബാംഗങ്ങൾക്കും ഏറെ ആശ്വാസമാണ് നൽകിയത്. ഇപ്പം ഇന്ന് പണിക്ക് പോകേണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ കടലിൽ നോക്കുമ്പോൾ പ്രക്ഷുബ്ധമായിട്ടില്ല, ശാന്തമായി കിടക്കുകയാണ്. ഈ കടൽ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ശാന്തമില്ല, പോയി വരാം എന്നുള്ള രീതിക്ക് പോകുമ്പം പിന്നെ അറിയിപ്പോൾ പിന്നെ ഒരുപാട് പെട്ടുപോകുന്നത്. അങ്ങനെ പെട്ടുപോയതൊക്കെയാണ് ആ സമയങ്ങളിൽ. അതിന് മുമ്പ് ഒരു ദിവസത്തിൽ നല്ല മത്സ്യം കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയതിൻ്റെ അനുസരിച്ചാണ് ഇവർ അറിഞ്ഞും തിരക്കിപ്പോയി. അങ്ങനെ ദൈവകൃപയാൽ എല്ലാവരും സുരക്ഷിതരാണ്. ഇനി ഒരാളെ മാത്രം കിട്ടാനുണ്ട്. ഒരു വള്ളം മറിഞ്ഞ് 5 പേരെ പോയതും ഒരു ബോട്ട് കിട്ടാനുണ്ട്, ആളിനെയും കിട്ടാനുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് കാണാതായ ലാസറിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. ജനം, തിരുവനന്തപുരം.